സാന്ദ്ര തോമസ് തത്സമയം ചേരുന്നുണ്ട്. സാന്ദ്ര തോമസ്, വെരി ഗുഡ് മോർണിംഗ്. സാന്ദ്ര തോമസ്, പരാതി തീരുന്നില്ലല്ലോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സാന്ദ്ര, നമ്മൾ ആ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോഴും താങ്കളെ വേട്ടയാടുകയാണോ ഒരു വിഭാഗം? തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഒരു വൈരാഗ്യം എൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. കാര്യം പൊതുമാധ്യമത്തിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും അത് ജനങ്ങൾ അറിയുകയും ചെയ്തല്ലോ. അപ്പം പല കാര്യങ്ങളിലും ഉള്ളിൽ ഒതുക്കപ്പെടുകയാണ് സാധാരണ ഉണ്ടാവാറ്. ഒരുപാട് ഇൻസിഡൻസ് സിനിമയിലുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരാറില്ല. അപ്പോൾ ഇത് ഞാൻ പുറത്തു വന്ന് പറഞ്ഞതിലൂടെ അവർക്കതൊരു ഇൻസൾട്ടായി മാറിയതിനാലായിരിക്കാം എല്ലാവരും കൂടെ ചേർന്ന് തന്നെ പുറത്താക്കിയത്. ഇപ്പൊ അത് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പക്ഷെ പ്രത്യേകിച്ച് ബി ഉണ്ണികൃഷ്ണനും ആന്റോയ്ക്കുമെതിരെ ഇത് കാരണം ഇതുണ്ടായതിന് ശേഷം പല രീതിയിൽ പല ആളുകൾ വഴി എന്നെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളുണ്ടായി. അത് ഇനി സിനിമ ചെയ്യിക്കില്ല എന്നുള്ള രീതിയിലുണ്ടായി. മാത്രമല്ല സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ പല ആളുകളെ കൊണ്ട് എന്നെ ഫോൺ വിളിപ്പിച്ചും അല്ലാതെയും ഒക്കെ അറിയിച്ചു. കൂടാതെ ഇപ്പം എനിക്ക് മാത്രമല്ല, എന്നെ പോലെ സിമിലറായി പരാതി കൊടുത്തിരിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് ഇതിലും വളരെ മോശം അനുഭവങ്ങൾ അവർക്കുണ്ടായി. അപ്പം അതിൽ പലരെയും പുറത്താക്കുക വരെ ഉണ്ടായി. അതിനർത്ഥം എന്ന് പറയുന്നത് ഇവർക്ക് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെയും ഒന്നിനെയും ഭയക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് ഒന്നുകൂടെ വേഴ്സായി എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരു ഭയം. ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും സിനിമാ പ്രോജക്റ്റ് ആലോചിച്ചിരുന്നോ? ആ സിനിമാ പ്രോജക്റ്റ് ആലോചിച്ചപ്പോൾ അതുമായി സഹകരിക്കരുത് എന്ന് ബി ഉണ്ണികൃഷ്ണനോ ആന്റോയോ എവിടെയെങ്കിലും ആരോടും പറഞ്ഞിരുന്നോ? ആരോടെങ്കിലും പറഞ്ഞിരുന്നതായിട്ട് അറിഞ്ഞോ? ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷം പുതിയതായിട്ട് സിനിമകളൊന്നും ആലോചിച്ചിട്ടില്ല. അതിന് മുമ്പ് സിനിമകൾ ആലോചിച്ചിരുന്നു. ഒരു സിനിമ ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാം ആയതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് വന്നതിന് ശേഷം എല്ലാവരും എന്നെ വിളിക്കുന്നവരെല്ലാം ആദ്യം എന്നോട് ചോദിക്കുന്നത് ആ പ്രോജക്റ്റ് ചെയ്യണ്ടേ എന്നുള്ളതാണ്. അത് ചെയ്യണ്ടേ, അത് സിനിമയിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിണ്ടാതിരിക്കണം, അത് പുറത്ത് പറയാൻ പാടില്ല, ഒതുക്കി തീർക്കണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അപ്പം അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. നമുക്ക് നേരെ ഉണ്ടായ അതിക്രമത്തെ ചോദ്യം ചെയ്യുക തന്നെ വേണമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. കാര്യം പലരും വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചതിൽ നിന്നും കൂടാതെ ഇവരെനിക്കെതിരെ ഒരു പ്രസ് മീറ്റ് നടത്താനായിട്ടുള്ള ആലോചനകളൊക്കെ നടത്തിയിരുന്നു. അത് അനൗൺസ് ചെയ്യുകയും ചെയ്തതാണ്. ബേസിക്കലി എന്നെ നാണം കെടുത്തുക, അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളെ വിളിച്ചിരുത്തി അവരുമായി ചേർന്ന് ഒരു പ്രസ് മീറ്റ് നടത്തുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അത് വിശ്വസിക്കുമല്ലോ. എന്താണ് പറയുന്നതെന്നുള്ളതല്ല, അവർ പറയുന്നതിൽ എന്താ സത്യാവസ്ഥ എന്നുള്ളതിലല്ല, അത് ആൾക്കാർ വിശ്വസിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള പല രീതിയിലും എന്നെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാനും എന്നെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് പല രീതിയിലുണ്ടായി. പിന്നെ എനിക്കിപ്പം മാധ്യമങ്ങളിൽ കൂടെ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. കാര്യം അത് കേസ് നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റാത്തത്. തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, എന്തായാലും ആ കേസുമായി മുന്നോട്ട് പോവുക. പരസ്യമായി തന്നെ പറഞ്ഞോളൂ സാന്ദ്ര. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഇതിനു മുമ്പും എന്നെ ചേംബറിൽ ഹാളിൽ വെച്ച് എല്ലാവരും ഇരിക്കെ, ചേംബർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയും ചേംബറിലെയും മെമ്പേഴ്സ് എല്ലാവരും ഇരിക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പുള്ളി പരസ്യമായിട്ട് എന്നെ വെല്ലുവിളിച്ച് എന്നെ മലയാള സിനിമ ചെയ്യിക്കില്ല എന്ന് വെല്ലുവിളിച്ച് പോയത് ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സജി നന്ദിയായിട്ട് സമ്മതിച്ചതുമാണ്. ഒരു പൊതുമാധ്യമത്തിൽ വെച്ച് തന്നെ സമ്മതിച്ചതുമാണ്. സ്ഥിരം നടക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ അതെ. അത് കൂടാതെ മലയാള സിനിമയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന്റെ പിന്നിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് എല്ലായിടത്തും വെളിയിലേക്ക് വരാറില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. അപ്പം ഒരാള് ഈ ഒരു ഇൻഡസ്ട്രി അദ്ദേഹത്തിന്റെ കൈകളിൽ ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ. ആരെങ്കിലും ഒക്കെ പ്രതികരിക്കണ്ടേ ഇതിന്? തീർച്ചയായിട്ടും വേണം. ഏകാധിപത്യം ഒരു മേഖലയിലും ശരിയല്ല സാന്ദ്ര. അപ്പോൾ സാന്ദ്ര എന്തായാലും നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. FIR ഇട്ടിട്ടുണ്ട്, പോലീസ് അന്വേഷണം നടത്തട്ടെ, തെളിവുകൾ താങ്കൾ കൊടുക്കുക. അങ്ങനെ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയതിൻ്റെ പേരിൽ താങ്കളെ ആരും ക്രൂശിക്കാനും ഇരയാക്കാനും പാടില്ല എന്ന നിലപാടിൽ തന്നെയാണ് നമ്മളുള്ളത്. പുതിയ സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ സാന്ദ്ര?
തീർച്ചയായിട്ടും ഞാൻ പുതിയ സിനിമയുമായി മുന്നോട്ട് തന്നെയാണ്. ഞാൻ പുറകോട്ടൊന്നും പോയിട്ടില്ല, ഒരു അടി പോലും ഞാൻ പുറകോട്ട് പോയിട്ടില്ല. ഞാൻ മുന്നോട്ട് പോവുക തന്നെയാണ്. എങ്ങനെയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും ഞാൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എന്നെ പോലെ ഉള്ള മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഫെഫ്കയിൽ നിന്നും കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു മാധ്യമം കിട്ടുന്നില്ല അവർക്ക് സംസാരിക്കാൻ. അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അവർക്ക് കൂടി വേണ്ടിയാണ് എന്ന ബോധ്യമുണ്ട്. അന്വേഷണം നടക്കട്ടെ, നീതിയുക്തമായ തീരുമാനമുണ്ടാവട്ടെ. താങ്ക് യു സന്ദ്ര. എന്തായാലും പുതിയ സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും. സന്ദ്രയാണ് നമുക്കൊപ്പം ചേർന്നത്.